Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോംബെ ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടന്നാലോ. നമ്മളിപ്പോൾ 1/4 കപ്പ് കോൺസ്റ്റാർച്ച് ആണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളൊരു പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പകരം കളർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഏത് കളറാണെന്ന് ഇടാം. പിന്നെ നമുക്ക് 1/4 സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കലക്കി വെച്ചാൽ നമ്മുടെ കോൺസ്റ്റാർച്ച് ഇട്ട് കൊടുക്കണം. ആ ഇടുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നുവെച്ചാൽ കോൺസ്റ്റാർച്ച് നമ്മുടെ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇളക്കിയിട്ട് വേണം കോൺസ്റ്റാർച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. നമ്മുടെ കോൺസ്റ്റാർച്ച് ആയ കാരണം ഇത് പെട്ടെന്ന് തന്നെ കട്ടയാവാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഇനി നമ്മുടെ ഈ കോൺസ്റ്റാർച്ച് സൊല്യൂഷനിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിരിക്കണം. 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കോൺസ്റ്റാർച്ചൊക്കെ ഏകദേശം കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. ഇത് ഏകദേശം കട്ടയായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് കാഷ്യൂനട്ട്, പിസ്ത, ബദാമാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഈ നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഹൽവയിൽ ഇത് നെയ്യൊക്കെ നന്നായിട്ട് അബ്സോർബായിട്ട് വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മളൊരു കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിന്നിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ സൗകര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടി കട്ട് ചെയ്ത് വെച്ച ഡ്രൈ നട്ട്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 1.5-2 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ നിന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കത്തി വെച്ച് ജസ്റ്റ് സൈഡ് മാത്രം ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇതിന് ശേഷം നമുക്കൊരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒന്ന് കമത്തിയിടുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ ആ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.